അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. കാരണം പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, പക്ഷെ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഈശോ പ്രതിഫലിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എത്രനാൾ ഞാൻ നിങ്ങളെ സഹിക്കണം? അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഈശോ അതിനെ ശാസിച്ചു. പിശാച് അവനെ വിട്ടുപോയി. ലക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. അനന്തര ശിഷ്യന്മാർ മാത്രമായി ഈശോയെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അവനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? ഈശോ പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ തലമുറയോട്, ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും. നിങ്ങൾക്ക് ഒന്നും തന്നെ അസാധ്യമായിരിക്കുകയില്ല. ചിലപ്പോഴൊക്കെ ചിലർക്ക് വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. ക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്ത് ശിഷ്യന്മാർക്കുണ്ടായ ഒരു വിശ്വാസ പ്രതിസന്ധിയുടെ സംഭവമാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. ഇത് വിലയിരുത്തണമെങ്കിൽ ഇതിനു മുമ്പ് നടന്ന പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഈശോ തൻ്റെ 12 അപ്പസ്തോലന്മാരിൽ 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ പ്രത്യേകമായി പരിഗണിച്ചിരുന്നു. അവരെ മാത്രമായി ഈശോ ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. പാരമ്പര്യമനുസരിച്ച് താബോർ മലയാണ്. കാരണം ആ മല ഏതാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നില്ല. അവർ മലയുടെ മുകളിൽ ആയിരിക്കുമ്പോൾ അവരെ പ്രത്യേകിച്ച് യായിറൂസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും അതുപോലെ തന്നെ പിന്നീട് ഗെത്സമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കാൻ പോയപ്പോഴും ഒക്കെ ഈ 3 പേരെ മാത്രമേ ഈശോ കൊണ്ടുപോകുന്നുള്ളൂ. അവിടെയാണ് ഈശോ രൂപാന്തരപ്പെടുകയും അവിടെ ഏലിയായും അതുപോലെ തന്നെ മോശയും ഈശോയ്ക്ക് ഇരുവശങ്ങളുമായി പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്തതിനു ശേഷം അവർ 3 പേരും 4 പേരും താഴേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ താഴെ ഇറങ്ങി വരുമ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നാം കാണുക. ഒരു മനുഷ്യൻ വന്ന് മുട്ടുകുത്തിക്കൊണ്ട് ഈശോയുടെ അടുത്ത് അപേക്ഷിക്കുകയാണ്, എൻ്റെ മേൽ കനിയണം, അവന് ഒരു അസുഖം, ഒരു ലുണാറ്റിക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, ആ അസുഖത്തിൽ നിന്ന് അവനെ സുഖപ്പെടുത്തണം. ലുണാറ്റിക് എന്ന് പറഞ്ഞാൽ, ലൂണർ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ അർത്ഥമാണ്. അപ്പൊ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ് ഈ ലുണാറ്റിക് എന്ന് പറയുക. അതായത് പൂർണ്ണ ചന്ദ്രൻ ഉള്ള സമയത്ത് നമ്മൾ പറയുക ചില മൃഗങ്ങൾക്ക് ഇളക്കമുണ്ടാകും, ചില മനുഷ്യർക്ക് പ്രത്യേകിച്ച് മാനസികമായ പ്രതിസന്ധി ഉള്ളവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലല്ല, പഴയ കാലഘട്ടങ്ങളിൽ. കാരണം പഴയ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ പോലെ സുരക്ഷിതമായ അടച്ചു കെട്ടിയ ഭവനങ്ങളിലല്ല ആളുകൾ പാർക്കുക. രാത്രി കാലങ്ങളിലും അവർ ചില പാറപ്പുറത്തോ മരത്തിന്റെ ചുവട്ടിലോ ഒക്കെ കിടന്നാണ് ഉറങ്ങുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ പൂർണ്ണചന്ദ്രനുള്ള സമയത്താണെങ്കിൽ അവർക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുകയില്ല. അപ്പൊ അത് മാനസിക പ്രശ്നങ്ങൾ കൂടെ ഉള്ളവരാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെയാണ് ഈ അപസ്മാരം പിടിപെട്ട കുട്ടിയെ പറ്റി പറയുക. അവന് ചിലപ്പോഴൊക്കെ വെള്ളത്തിൽ തീയിലും ഒക്കെ വീഴും. കാരണം അവന് തന്നെ നിയന്ത്രിക്കാൻ അവന് സാധിക്കുകയില്ല. അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ വിശ്വാസം അനുസരിച്ച് അവന് വിശാലബാധ കൂടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ബാധിച്ച ഒരു കുട്ടിയെ കുറിച്ചാണ് ഈ പിതാവ് പറയുക. പിതാവ് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കുന്നത് മുട്ടുകുത്തിക്കൊണ്ടാണ്. മുട്ടുകുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആദരവിന്റെ ഭാഗമാണ്. അതായത് അധികാരികളുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത് സ്വയം വിധേയപ്പെടുന്നു. കാരണം നമ്മുടെ പവർ ഇരിക്കുന്നത് ബൈബിൾ പാരമ്പര്യം അനുസരിച്ച് ഒരാളുടെ മുട്ടിലാണ്. നമുക്കറിയാം, മുട്ടിന് വേദനയുള്ളത് പറയും, നടക്കാൻ പ്രയാസമാണ്, അവിടെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ആണ് ബലം ഇരിക്കുന്നത് കാലിന്റെ മുട്ടിലാണ്. അപ്പൊ ആ ബലം, എന്റെ ശക്തി, ഞാൻ എന്നെക്കാൾ അധികാരമുള്ള ഒരാളിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ഞാൻ അയാളിന്റെ മുമ്പിൽ എന്റെ പവർ ഞാൻ സറണ്ടർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയുടെ അനുരഞ്ജന ശുശ്രൂഷയുടെ സമയത്താണ് നമ്മൾ മുട്ടുകുത്തുക. കാരണം നമ്മൾ എളിമയോടുകൂടി നമ്മളെ പാപത്തിലേക്ക് പറയുന്നു, വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ നമ്മൾ യോഗ്യരല്ല, നമ്മളോട് ക്ഷമിക്കണമേ എന്ന്. ജെറുസലേം ദേവാലയം കാഴ്ചവെക്കുന്ന സമയത്ത് മഹാനായ സോളമൻ രാജാവ്
മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ദേവാലയം പുനർനിർമ്മിച്ചതിന് ശേഷം എസ്രാ പ്രവാചകൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് പറയുന്നു. ഗെത്സമൻ തോട്ടത്തിൽ ഈശോ മുട്ടുകുത്തി അല്ലെങ്കിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം അധികാരികൾക്ക് വിധേയപ്പെടുന്നതിൻ്റെ ഭാഗമാണ്. ഇനി എന്തുകൊണ്ടാണ് ഈശോയുടെ ഈ ശിഷ്യന്മാർക്ക് അവർ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ശിഷ്യന്മാരുടെ അടുക്കൽ, അതായത് ബാക്കി 9 പേര് താഴെയുണ്ട് മലയുടെ താഴ്വരയിൽ, ഈ 9 പേര് സുഖപ്പെടുത്താൻ നോക്കി, പക്ഷെ അവർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അല്പവിശ്വാസികളെ എന്ന് പറഞ്ഞ് ഈശോ അവരെ ശാസിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവരെ 9 പേർക്ക് മറ്റു 3 പേരോട് സ്വാഭാവികമായും അസൂയ ഉണ്ടാകും. കാരണം അവരെ മാത്രമായിട്ട് ഈശോ ഒരു പ്രത്യേകമായ പരിഗണന കൊടുക്കുന്നു. അപ്പൊ തങ്ങളില്ലാതെ ആൾ നിൽക്കേണ്ടി വരുന്നു ഒന്നാമത്. അതുകൊണ്ട് തന്നെ ഈശോയോടുള്ള അവരുടെ ആദരവിന് കുറവുണ്ടാകുന്നു. ഇനി മറ്റൊന്ന്, അവിടെ ആളുകൾ വന്ന് കൂടിയിട്ടുണ്ട് ഈശോയെ കാണാൻ വേണ്ടി. ആർക്ക് മലയിലേക്ക് പോകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഈ ഡൊണാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ അവസ്മാരം പിടിച്ച കുട്ടിയുമായിട്ട് വന്ന് അയാൾ തൻ്റെ കുട്ടിയെ ഈശോ എപ്പോഴാണ് വരുന്നത് അറിയത്തില്ല, അതുപോലെ കാത്തിരിക്കാനായിട്ട് സന്നദ്ധതയില്ലാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾക്കും അധികാരമുണ്ടല്ലോ രോഗികളെ സുഖപ്പെടുത്താൻ, നിങ്ങൾ പലരെയും സുഖപ്പെടുത്തിയതാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇവന് വേണ്ടി പ്രാർത്ഥിച്ച് സുഖപ്പെടുത്താൻ പറയുമ്പോൾ അവര് ഒരുപക്ഷെ ഈശോയുടെ പവർ ഉപയോഗിച്ചല്ല, സ്വന്തം അധികാരം ഉപയോഗിച്ചായിരിക്കാം സുഖപ്പെടുത്തുക. അതായത് ഒരു വൈദികൻ ഒരാളുടെ പാപങ്ങൾ മോചിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം അധികാരം ഉപയോഗിച്ചല്ല, മറിച്ച് ദൈവത്തിന്റെ നാമത്തിലാണ് പാപങ്ങൾ മോചിക്കുന്നത്, ദൈവത്തിന്റെ നാമത്തിലാണ് മാമോദിസ മുക്കുന്നത്, ദൈവത്തിന്റെ നാമത്തിലാണ് ആശീർവാദം നൽകുക. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് അവർ പ്രവർത്തിക്കേണ്ടത്. അവിടെ അവരുടെ വിശ്വാസ പ്രതിസന്ധി അവരുടെ ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവര് പറയുന്നു. എന്നാൽ ഈശോ ഇവിടെ പറയുന്നു, ഇത് തീർച്ചയായും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും മാത്രമേ ഇത്ര ശക്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സഹായം ആവശ്യപ്പെടുന്നയാളിനും അതുപോലെ തന്നെ കർത്താവിന്റെ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുന്ന ആളിനും വിശുദ്ധമായ ജീവിതവും അല്ലെങ്കിൽ വിശ്വാസവും ഉണ്ടായിരിക്കണം. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ഒരു ഈശോ ശിഷ്യന്മാരെ ഈശോയെ സമീപിച്ച് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയതെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ വിശ്വാസ രാഹിത്യം കൊണ്ടാണ്, അതായത് വിശ്വാസത്തിന് കുറവുണ്ടായിരിക്കുന്നു, അത് വർദ്ധിപ്പിക്കണം. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് മാറാൻ പറഞ്ഞാൽ അത് വേറൊരിടത്തേക്ക് മാറും. അത് ലിഖിതമായിട്ടുള്ള അർത്ഥത്തിൽ എടുക്കേണ്ടതല്ല. കാരണം കടുകുമണിയോളം എന്ന് പറഞ്ഞാൽ കടുകുമണി ഏറ്റവും ചെറുതാണ്. ഇന്നത്തെ കാലത്ത് കടുകുമണി നമ്മൾ പൊടിച്ചിട്ട് വളർത്തിയാൽ ഒരു കുറ്റിച്ചെടിയാകത്തുള്ളൂ. എന്നാൽ അന്നത്തെ കാലത്ത് പരമ്പരാഗതമായിട്ട് പറയുന്നത് 21 അടി വരെ പൊക്കം വരുന്ന ഒരു വലിയ മരമാണ്. അതിന്റെ വേരുകൾ ആഴങ്ങളിലേക്ക് പോകുന്നതാണ്. അതെല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ, വിന്ററായാലും സമ്മറായാലും അതിജീവിക്കാൻ, വലിയ സ്ട്രോങ് ഉണ്ടായാലും അതിജീവിക്കാൻ കെൽപ്പുള്ളതാണ്, അത്രയേറെ അടിത്തറയുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് ആ ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് ഹൈപ്പർബോളിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമാണ്. പക്ഷെ അത് അർത്ഥപൂർണ്ണമാണ്. കാരണം ഈ വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നവർക്ക് അത്ഭുതകരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ ദാവീദ് ഒരു ഇടയച്ചർക്കൻ മാത്രമായിരുന്ന സമയത്ത് അവന് രാജാവായിട്ട് അഭിഷിക്തനായിട്ടില്ല, ഒരു പയ്യൻ മാത്രമാണ്. അന്ന് ഇസ്രായേൽ ജനത്തിൽ തോൽപ്പിക്കാൻ പാകാത്ത ഒരു വലിയ രാക്ഷസനായിരുന്നു ഗോലിയാത്ത്. ആ ഗോലിയാത്തിനെ കൊല്ലാനായിട്ട് 5 കല്ലുകൾ മാത്രം എടുത്ത് സ്ത്രീയുമായിട്ട് പോയി അവർ ഒറ്റാലുകൊണ്ട് അയാളെ കൊല്ലുകയാണ്. കാരണം അവൻ ദൈവത്തിലുള്ള വിശ്വാസം അത്രമാത്രമായിരുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ സ്കില്ലും. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഈ ആധുനിക കാലഘട്ടത്തിലും പല വിശുദ്ധന്മാരും നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നതായ വിൻസെന്റ് ഡി പോൾ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് പറയുന്നു, എനിക്ക് സഹായം തരണം, ഞാൻ വളരെയേറെ കഷ്ടപ്പെടുന്നു. ഫ്രാൻസിൽ അത് പട്ടിണിയുള്ളൊരു കാലഘട്ടമാണ്. അപ്പോഴാണ് അദ്ദേഹം ഇടവക ദേവാലയത്തിൽ അനൗൺസ് ചെയ്തു, ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളോട് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ഉദാരമായി സംഭാവന ചെയ്തു. അതുകൊണ്ട് തന്നെ അത്ഭുതകരമായിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ പിന്നീട് പാവപ്പെട്ട ആളുകൾക്ക്, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണ അർത്ഥത്തിലല്ല, സ്വാഭാവികമായി തന്നെ ആളുകൾ ഉദാര മനസ്സിലൂടെ ഇടവക ജനം സഹകരിക്കുവാനും, അതുകൊണ്ട് അദ്ദേഹത്തിന് ധാരാളം കുട്ടികളെയും വേദന അനുഭവിക്കുന്ന ആളുകളെയും വിശപ്പനുഭവിക്കുന്ന ആളുകളെയും സഹായിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ മദർ തെരേസ ഒരു മഠത്തിൽ കഴിയുന്ന ഒരു സാധാരണ സന്യാസിനിയായിരുന്നു. അപ്പൊ അവർക്ക് തന്നെ ഇത്രയേറെ ആളുകളെ സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനുവേണ്ടി അവർ തുനിഞ്ഞിറങ്ങിയപ്പോൾ ധാരാളം ആളുകൾ അവരോട് കൂടുവാനും ധാരാളം അത്ഭുതകരമായിട്ടുള്ള ഫലം ലോകം മുഴുവനും പ്രകടിപ്പിക്കുവാനും സാധിച്ചു.
ഒക്കെ അവരോട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നമുക്ക് ധാരാളം വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർ വഴിയായിട്ട് ഉണ്ടാകുന്ന അത്ഭുതകരമായ ഫലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആദിമസഭയിൽ വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ആളുകൾ ക്ഷമയോടുകൂടി കാത്തിരുന്നു. ദൈവത്തിൽ അവർ വിശ്വസിച്ചു. വിശ്വാസ പ്രതിസന്ധി ഉണ്ടാകാതെ അപ്പോഴാണ് 312 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാകാനായിട്ട് ശ്രമിക്കുമ്പോൾ കുരിശിന്റെ അടയാളത്തിൽ നീ വിജയം പ്രാപിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ആ അടയാളം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്തപ്പോൾ ക്രിസ്തുമതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ പലർക്കും നമുക്ക് മാമോദിസായിലൂടെയാണ് നമ്മുടെ വിശ്വാസത്തിലേക്ക് വരിക. പക്ഷെ അത് വളർത്തിയെടുക്കുന്നത് നമ്മുടെ മാതാപിതാക്കന്മാര്, ജ്ഞാനസ്നാന മാതാപിതാക്കന്മാര്, കുടുംബാംഗങ്ങള്, ഇടവക സമൂഹം, മതാധ്യാപകര് ഒക്കെയാണ്. പക്ഷെ ചില ആളുകൾ പിന്നീട് വിശ്വാസ പ്രതിസന്ധിയിലേക്ക് വരും. നമ്മുടെ ചെറുപ്പക്കാർ ചിലര് ഒരിക്കലും ഒരു ടീനേജറിന്റെ അടുക്കൽ ഒരു മാതാവ് കൊണ്ടുവന്നു, അച്ഛാ ഇവന് വിശ്വാസം പോയി. അപ്പൊ ഞാൻ അവരോട് പലതരത്തിൽ സംസാരിച്ച് നോക്കി. അപ്പോൾ പറയുന്നത് ദൈവം ഉണ്ടെന്ന് തെളിവില്ല, ദൈവമാണെന്ന് സൃഷ്ടിച്ചതുള്ളത് തെളിവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ശാസ്ത്രീയന്മാർ പറയുന്നതല്ല പലതും. ഇപ്പൊ ഡോക്ടർ പറയുന്നത് ഇനി അസുഖമാണെന്ന് പറഞ്ഞാൽ അതിന് ശാസ്ത്രീയമായ തെളിവുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ശാസ്ത്രീയമായ തെളിവുള്ളതോ ഇല്ലാത്തതോ ആയാലും ഇനി നമുക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞാലും അധ്യാപകൻ പഠിപ്പിച്ചാലും അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രീയന്മാർ പറഞ്ഞാലും നമ്മൾ പലപ്പോഴും വിശ്വസിക്കും. ചിലപ്പോഴേ കോവിഡ് വന്ന കാലത്ത് ചില ആളുകളോട് വാക്സിനേഷൻ എടുക്കാൻ പറഞ്ഞാൽ അതൊന്നും അവർക്ക് വിശ്വാസമില്ല. അങ്ങനെയൊക്കെ ചിലർക്ക് കോവിഡ് വന്ന് മരിക്കേണ്ട അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകേണ്ട സാഹചര്യം വന്നു. ചിലപ്പോൾ ഹരിക്കേൻ ഉണ്ടാകുമെന്ന് പ്രവചനം വന്നു കഴിയുമ്പം എനിക്കതൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അവൻ മിക്കവാറും ആ ഹരിക്കേനിൽ അവരുടെ എല്ലാം നശിക്കുകയും അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചില കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം. ഇനി വിശ്വാസം എന്ന് പറയുന്നത് അന്ധമായ വിശ്വാസമല്ല, മറിച്ച് ദൈവം എനിക്ക് എല്ലാം ക്ഷമിച്ചുകൊള്ളും, എൻ്റെ രോഗം സുഖപ്പെടുത്തിക്കൊള്ളും, ഞാൻ ഡോക്ടറെ അടുക്ക പോവുകയില്ല, ഞാൻ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, ദൈവം എന്നെ സുഖപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതാണ് അന്ധവിശ്വാസം എന്ന് പറയുക. ദൈവം നമുക്ക് കൃപ നൽകുന്നത് ദൈവം നൽകിയിട്ടുള്ള മാനുഷികമായ ബുദ്ധികളും ശാസ്ത്രീയമായ കാര്യങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം. എന്നാൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പാണ്. ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകും. ഒന്നെങ്കിൽ ഭാര്യ വിശ്വാസമില്ല ഭർത്താവിന്, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയ്ക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കൾക്ക് വിശ്വാസമില്ല. അത് വലിയ പ്രതിസന്ധിയാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പാണ്. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പിന് വിശ്വാസമുണ്ട്, ട്രസ്റ്റ് ഉണ്ട്, സഹകരണമുണ്ട്, അനുസരണമുണ്ട്, ക്ഷമയുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ, ലോയൽറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒബീഡിയൻസ്, അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ചിലപ്പോൾ മറ്റുള്ളവരുടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കൽ മൂലം ഒരുപക്ഷെ ജീവിത പങ്കാളിയായി സംശയിക്കാം, മറ്റുള്ളവരെ സംശയിക്കാം, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുമൊക്കെ ആ വിശ്വസ്തത നിലനിർത്തുവാനായിട്ട്, വിശ്വാസം പരിപാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ്, നമുക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ് നമ്മുടെ പൂർവികരായ മാതാപിതാക്കന്മാർ വഴി. ആ വിശ്വാസത്തെ നമ്മൾ അമൂല്യമായി സംരക്ഷിക്കുവാനും വളർത്തിയെടുക്കുവാനും വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. അവിടെ നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലും നമ്മുടെ വിശ്വാസം നിലനിർത്തുവാൻ, ആ വിശ്വാസ അധിഷ്ഠിതമായ ആ പെരുമാറ്റങ്ങൾ ഉണ്ടാകുവാനും അതിനനുസരിച്ചുള്ള 4 സർക്കാരുകൾ പുറപ്പെടുവിക്കാനായിട്ടും നമുക്ക്